ആക്സ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ആശംസകൾ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ തന്നെ ആവേശപൂർവ്വം ഓരോ ഇന്ത്യക്കാരനും പറയാം, നമ്മുടെ റാണയുടെ പണി ഏതാണ്ട് തീരുമാനമായി. തഹാവൂർ റാണ ഇവനാണ് നമ്മുടെ മുംബൈ ഭീകരാക്രമണ 166 പേര് മരിച്ച, ഇന്ത്യ ഒരിക്കലും മറക്കാനാവാത്ത, ഞെട്ടിച്ച, മണിക്കൂറുകളോളം ഒരുപാട് പ്രതിസന്ധികളിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ച ഒരു വലിയ ഭീകരാക്രമണം. അതിലെ ഒരു പ്രധാനപ്പെട്ട അണ്ണനാണ് ഇങ്ങേര്, ഈ പറയുന്ന തഹാവൂർ റാണ. അങ്ങനെ സാമ്പത്തിക സഹായം. അപ്പോൾ ഇദ്ദേഹത്തെ അമേരിക്കൻ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് കൈമാറാം എന്നുള്ളത്. അപ്പോൾ ഉടൻ തന്നെ കൈമാറലുണ്ടാവും. കാരണം അവിടെ ഭരണം മാറി, ഇപ്പൊ ട്രംപാണ് US-ലുള്ളത്. 2013 തോന്നുന്നു പാർലമെന്റിൽ അമിത്ഷാ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഉടൻ കൈമാറും, ഉടൻ ഇങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടികൾ തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോ കോടതി വിട്ടുകൊടുക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇനി ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. US ഗവൺമെന്റ് തീരുമാനിക്കണം ഇന്ത്യക്ക് വിട്ടുകൊടുക്കാനുള്ളത്. ഇനി US ഗവൺമെന്റ് ഏതെങ്കിലും കണ്ടീഷൻസ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഈ കൈമാറ്റത്തിന് ചില കണ്ടീഷൻസ് ഒക്കെ വെക്കാറുണ്ട്. അങ്ങനെ സാധ്യത കുറച്ച് കുറവാണെന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ കാണുന്നത്. കാരണം ട്രംപ് ആണെങ്കിലും ഒരുപാട് കടുത്ത കാര്യങ്ങളൊന്നും ഇന്ത്യയോട് കാണിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ട്രംപ് തോറ്റു, പക്ഷെ അവസാന സെക്കൻഡിലും ഹൗഡി മോഡി എന്ന് പറഞ്ഞ പരിപാടിയും ഇന്ത്യൻ വംശജരുടെ വോട്ട് എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും ട്രംപിനെ രക്ഷിച്ചത് ഇന്ത്യൻ വംശജരുടെ വോട്ടുകളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിനകത്ത് പ്രശ്നം, ഇത്ര ഈ വർഷങ്ങളോളം ഇവർക്ക് ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത് എന്തോ എവിടെയോ നടക്കുന്ന സംഭവമായിരുന്നെങ്കിലും 9/11 കൂടി അവരുടെ കാഴ്ചപ്പാട് മാറി. ഭീകരാക്രമണം, അതുകൊണ്ട് തന്നെ ഭീകരാക്രമണത്തിൽ പ്രതിയായൊരു വ്യക്തിയെ അവരൊരിക്കലും പ്രൊട്ടക്ട് ചെയ്യില്ല. ഇന്ത്യക്ക് വിട്ടുകൊടുക്കാം എന്നുള്ളത് അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായിരിക്കും. യാതൊരുവിധ അൺകണ്ടീഷണലായിട്ട് തന്നെ വിട്ടുകൊടുക്കാം. 2008 ഈ സംഭവം നടക്കുന്നത്, മുംബൈ ഭീകരാക്രമണം. അതെ, നമ്മളൊക്കെ മുൾമുനയിൽ നിന്നുകൊണ്ട് നമ്മൾ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മാധ്യമ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു മാധ്യമ പ്രവർത്തനമാകുന്ന സമയത്തൊക്കെയാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ ഈ വാർത്തകളിൽ നോക്കുമ്പോൾ ഇതെല്ലാം ലൈവായിട്ട് കാണുകയാണ്. ഓരോ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കൃത്യമായ രീതിയിൽ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് പഠന വിഷയമാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഭയന്ന് വിറച്ചുകൊണ്ടുള്ള ഒരു സംഭവം. ഇത്രയും നാളായിട്ടും അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ, നമ്മൾ ആദ്യം ഒരാളെ തൂക്കിക്കൊന്നു, പിന്നീട് ഈ റാണയെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. റാണയുടെ കൂടെ നിന്ന കുറേ ഇതുപോലെയുള്ള ഇന്ത്യ വിരുദ്ധ ആളുകളൊക്കെ അജ്ഞാതരുടെ വെടിയേറ്റൊക്കെ പല സ്ഥലങ്ങളിലും മരിച്ചു പോയിട്ടുണ്ട്. ഈ റാണയ്ക്ക് ഇനി കാശ് കൊടുക്കാൻ ആരും ഇല്ല എന്നുള്ള രീതി ആയിട്ട് വന്നിരിക്കുകയാണ്. ആർക്കെങ്കിലും കാശ് കൊടുത്ത് ഒഴിവാക്കാം, അല്ലെങ്കിൽ കാശ് കൊടുത്ത് എന്തെങ്കിലും ഭീകരാക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്താമെന്ന് പറഞ്ഞാലും നടക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ റാണ ഇന്ത്യയിലെത്തിയാൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഉണ്ടാവാം. കാരണം അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത്. എന്തായാലും ഈ ഭീകരാക്രമണ കേസ് ഇതുവരെ പിടിക്കപ്പെട്ട ഒരു പ്രതി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, മറ്റേ അജ്മൽ കസബ്. അദ്ദേഹം അതിനകത്ത് പിടിക്കപ്പെട്ടു, ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്നൊന്നും വിളിക്കേണ്ട, അവൻ ഇന്ത്യ അബ്ദുൽ കസബിനെ തൂക്കിക്കൊന്നു. അതെ. പിന്നീട് ഈ റാണയാണ് ഈ പൈസ മൊത്തം ഉണ്ടാക്കി ഈ പ്രശ്നങ്ങൾ. ഇയാളും ദാവൂദ് ഗിലാനി, ഡേവിഡ് ഗോൾഡ്മാൻ എന്നൊക്കെയാണ് അവിടെ അറിയപ്പെടുന്നത്. നമ്മുടെ പവനായി പോലെയാണ്. ഇവര് രണ്ടുപേരും ഈ ഭീകരാക്രമണത്തിന് മുമ്പ് ഇന്ത്യ മൊത്തം സന്ദർശിച്ച് ഇവരുടെ പ്ലാനിങ് എല്ലാം ഇവർ തന്നെയായിരുന്നു. സാമ്പത്തിക സഹായം മാത്രമല്ല, ഇവർക്കൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് മാർഗം വഴി എത്തണം, എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യണം, പിടിക്കപ്പെടാതിരിക്കുവാനും അകത്തുള്ള ഒരുപാട് ആളുകളെ എങ്ങനെ വകവരുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ പ്ലാനിങ്ങൾ നടത്തുന്ന ആദ്യഘട്ടം മുതലുള്ള ആളാണ് ഈ റാണ എന്ന് പറയുന്നത്. ഈ റാണയെ കനേഡിയൻ പൗരത്വമാണ് റാണയ്ക്ക്. ഏതാണ്ട് ഒരു 47-46 വയസ്സുള്ള സമയത്താണ് റാണ ഈ പറയുന്ന ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ കാനഡയിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യയും തമ്മിലുള്ള, അല്ല, അത് കാനഡ പൗരത്വമുള്ള ഒരു കനേഡിയൻ വ്യക്തിയാണ് ഇന്ത്യയിലോട്ട് US കൈമാറേണ്ടി വരുന്നത്. ഇത് കാനഡയും US തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അവർ തമ്മിലുള്ള ചർച്ചകൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഏതൊരു രാജ്യത്തിനും അവരുടെ പൗരൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കാനഡ എന്ന് പറയുന്നത് US-ന്റെ ഒരു അനദർ സ്റ്റേറ്റ് എന്ന് പറയാം. അവര് അപ്രഖ്യാപിത 51ാമത്തെ സംസ്ഥാനമാണ്.
അതൊരു അപ്രഖ്യാപിതമായിട്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതാണ്. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞാൽ തീരാവുന്ന നോയും എസൊക്കെ ഉള്ളൂ കാനഡയ്ക്ക് എന്നുള്ളതും മറ്റൊരു കാര്യം. ഇത്തരത്തിലുള്ള ഭീകരരെ എത്ര വർഷമായി എന്ന് നോക്കൂ. അത് കഴിഞ്ഞ് ഇങ്ങനെയൊരു ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിചാരണ ചെയ്ത് അവസാനം വിധി പുറപ്പെടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭീകരതയ്ക്കെതിരെ, ഇന്ത്യക്കെതിരെയുള്ള ഭീകരതകൾക്കെതിരെ ഉള്ള ഒരു വലിയ ഉത്തരമാണ് ലോകത്തിന് മുൻപിൽ വെക്കുന്നത്. ഭീകരവാദം കുടികൊണ്ട് വാഴുന്ന പല സ്ഥലങ്ങളും മധ്യേഷ്യയിൽ നടക്കുന്നത് എന്താണ്? ഇതിന്റെ വേറൊരു രീതിയാണ്. അവിടെ ഭീകരാക്രമണങ്ങൾ വന്ന ഓരോ ഘട്ടങ്ങളിൽ വരുന്നു എന്നാണ്. ഇന്ത്യ വേറൊരു കാര്യമുണ്ട്. ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളൊക്കെ ഇന്ത്യയിൽ കുറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. സുരക്ഷ കൂടി ഇന്ത്യയിൽ. അതെ, പിന്നെ ഭീകരാക്രമണം വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളതും ഏതാണ്ട് തീരുമാനം. അതെ, കാശ്മീരിന്റെ തലയ്ക്ക് മുകളിലൂടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിലൂടെ വന്ദേ ഭാരത് നല്ല രസമായിട്ട് പാഞ്ഞു പോകുന്ന നല്ല ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നും. പാഞ്ഞു പോകുന്ന രീതിയിലേക്ക് മാറി. പണ്ട് പോലീസുകാരെയും പട്ടാളക്കാരെയും കല്ലെറിയുന്ന ഒരു രീതിയും പട്ടാളക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാശ്മീരിൽ ഈ പ്രക്ഷോഭത്തിനൊന്നും ആളില്ല, പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതൊക്കെ സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ. സുരക്ഷയുടെ ഭാഗമാണ്. പിന്നെ അവിടെ ഭരണഘടന 357 ഒഴിവാക്കിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പൊ എല്ലാ ടൂറിസ്റ്റുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങി. അതെ, കേരളത്തിലുള്ള പല സഖാക്കളും കാശ്മീരിന്റെ അധികാരം എടുത്തു കളഞ്ഞതിനെതിരെ ഇവിടെ സമരം ചെയ്തിട്ട് അവിടെ ടൂർ പോയതൊക്കെ നമുക്കറിയാം. അതെ, പിന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിലും അവിടെ പോയി പ്രകടനം നടത്താൻ പറ്റി. ഭാരത് ജോഡോ യാത്ര അടിപൊളിയായിട്ട് പുള്ളിക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തതും ഇതേ സർക്കാർ തന്നെ. അപ്പോൾ റാണയിലേക്ക് വന്നു കഴിഞ്ഞാൽ, റാണ ഇന്ത്യയിലെത്തിയാൽ അജ്മൽ കസബിന്റെ അവസ്ഥയിലേക്ക് തന്നെ എത്തുമായിരിക്കും. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ, ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷയിലേക്ക് തന്നെ പോകണം. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് പ്രണബ് മുഖർജി ആയിരുന്നു രാഷ്ട്രപതി. കുറെ പേരെ തൂക്കിക്കൊല്ലാനുള്ള വിധികളിൽ അദ്ദേഹം കുറെ പേരില്ല, അജ്മൽ കസബിന്റെ കാര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് തീരുമാനം എടുത്തു. അതേപോലെ ദയാഹർജിയുടെ കാര്യത്തിൽ ഇപ്പൊ ഇരിക്കുന്ന പ്രസിഡന്റും അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ തൂക്കിക്കൊല നടക്കുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ തൂക്കിക്കൊലകൾക്കൊക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്നത് സാധ്യതയാണ്. ഒരു രാവിലെ 80 വയസ്സാവും ഇപ്പോഴത്തെ കണ്ടീഷനിൽ തൂക്കി വിധി വരുമ്പോഴത്തേനും. അതെ, പക്ഷെ ഇപ്പോഴത്തെ ഒരു സർക്കാരിനനുസരിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ചാനലുകൾക്ക് മുമ്പിലും ഓൺലൈൻ മീഡിയയുടെ മുമ്പിലും ഉള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷ എന്ന് കരുതുന്നു. ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ആശംസകൾ. മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.